بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. 15 മിനിറ്റിലേറെ സംസാരിച്ചിട്ട് മുസ്ലിയാർ എന്താ പറഞ്ഞത്? ഒന്നുകൂടി മുസ്ലിയാർ എന്നെ കേട്ടു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിയാരെ, ഞാൻ കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ടില്ലേ, എണ്ണി കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ, അതിന് ഒരെണ്ണത്തിനെങ്കിലും മറുപടി പറ. ഇവിടെ ഒരു ദുർബലമായ റിപ്പോർട്ട്, ദുർബലം എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അതെങ്ങനെയാണ് ദുർബലം എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ഗണ്ണിച്ചിട്ടില്ല. നിങ്ങളത് ഗണ്ണിക്കുന്നവരെ പിന്നെ അത് ആവർത്തിക്കുന്നതിന് മറുപടി രണ്ട് എന്താ ആവശ്യമുള്ളത്? ഇസ്തസ്കയുടെ കഥയാണെങ്കിൽ അത് ദുർബലമാണ് എന്നതിന്റെ വിവിധ കാരണങ്ങൾ ഞാൻ നിരത്തിയതിന് ഗണ്ണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മാലിക്കുദ്ദാർ മസ്തൂറുൽ ഹാൽ അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങളത് കേട്ടിട്ടില്ല എന്നാണ് ഈ സംസാരം കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ മറുപടി ആദ്യം ശ്രദ്ധിക്ക്, എന്നിട്ട് ഖണ്ഡനം പറ, അതിനുശേഷം ബാക്കി ഞാൻ പറയാം. പിന്നെ മുസ്ലിയാർ ചോദിക്കുന്നത് ഇത് ദുർബലമാണ്, ഇത് ഹദീസും ലൈഫൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ഹദീസും സ്വഹീഹുൻ എന്നുള്ളത് ഞാൻ പിന്നെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും ദുർബലമാണ് എന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്ത് ചോദ്യം മുസ്ലിയാരെ? എന്നിട്ട് മുസ്ലിയാർ പറയാം ആകെ അതിന്റെ റാവിമാർക്ക് ന്യൂനത ഉണ്ട് എന്നുള്ളതല്ലേ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ മനുഷ്യൻ എന്ത് പറ്റി? ഈ റാവിമാർക്ക് ന്യൂനത ഉണ്ടാവുമ്പോൾ തന്നെ അല്ലേ മുസ്ലിയാർ ഒരു ഹദീസ് ദുർബലമാവുക? ഒന്ന്, ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് തന്നെ എതിരാണ്. മഴ ഇല്ലാണ്ടായാൽ ഖബറിങ്കിൽ പോയിട്ട് പിന്നെ മുട്ടൽ കുത്തി വീഴുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ രീതി. സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് നിർവഹിച്ചിട്ടുള്ളതും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് നബിയെ ഇമാമത്ത് നിർത്തി സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ച മുസ്ലിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്ത് നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഇമാമത്ത് നിർത്തി നിസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മഴയ്ക്ക് വേണ്ടി സ്ഥിരപ്പെട്ട സംഭവത്തിന് എതിരായ ഒരു കാര്യമാണ് ഖബറിങ്കിൽ പോയിട്ട് കമിഴ്ന്നു വീഴുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രമാണ വിരുദ്ധമാണ് എന്ന് തെളിയിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു വൽ ബാഖൂന അർസലൂഹു, നിങ്ങൾ തന്നെ കൊണ്ടുവന്ന ഖലീലിയാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ദുർബലമാണ്, മുർസലാണ്, റിപ്പോർട്ടാണ് എന്ന് നിങ്ങൾക്കത് ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇസ്നാദുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞാൽ പോലും അത് സ്വാലിഹ് സമ്മാൻ വരെ ഉള്ളൂ എന്നതും ഞാൻ ഇവിടെ കൃത്യമാക്കി കഴിഞ്ഞു. അപ്പൊ എന്താണ്, ഒരാള് ഇസ്നാദ് സ്വഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മതനിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ള ഒരു ഹദീസ് സ്വഹീഹാകാനുള്ള 5 കാരണങ്ങളും ഒത്തു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു ഇല്ലത്തുണ്ടെങ്കിൽ, ശുദൂദാണെങ്കിൽ എന്താണ് ആ ഹദീസ്, അപ്പോൾ മാത്രമേ ഹദീസ് ലൈഫ് ആവുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ഇവിടെ സമ്മതിക്കേണ്ടി വന്നു. അതിൽ ഇല്ലത്തുള്ളത് ഞാൻ തെളിയിച്ചു മുസ്ലിയാരെ, ശുദൂദാണ് എന്നുള്ളത് ഞാൻ തെളിയിച്ചു മുസ്ലിയാരെ. പിന്നെയും നിങ്ങൾ എന്താണ് ചോദ്യം ആവർത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മുസ്ലിയാരെ വാദം, ഞാൻ കൊണ്ടുവന്ന റിപ്പോർട്ട് ദുർബലമാണെന്ന് തെളിയിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് തെളിയിക്കണം. മുസ്ലിയാരെ, മഹാന്മാര് മഹത്തുക്കളായ ഇമാമുകൾ കൊണ്ടുവന്ന സംഭവം ശിർക്കാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. കാരണം അത് ശിർക്കാണ് എന്ന് തന്നെ ഞങ്ങൾക്ക് വാദമല്ല. നമ്മളിവിടെ സമസ്തക്കാരും സലഫികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നിങ്ങൾ കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടിലുമില്ല. ആ വിഷയത്തിലേക്ക് അതിലെന്താ ഉള്ളത് എന്നും അതിലുള്ളത് തവസ്സുൽ മാത്രമാണ് എന്നും ആ തവസ്സുലിൽ ശരിയായതും ശരിയല്ലാത്തതും ഉണ്ട് എന്നും ഒരു കിതാബിൽ വന്നതുകൊണ്ട് മാത്രം ഒരു തവസ്സുലിനെ നമ്മൾ എടുക്കേണ്ടതില്ല, അത് പ്രമാണത്തോട് യോജിക്കുമ്പോൾ മാത്രമേ എടുക്കേണ്ടതുള്ളൂ എന്നും ഒക്കെ ഞാൻ കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മനസ്സിലായില്ലേ? ഇസ്തിശ്ഫാ എന്ന് പറയുമ്പോഴേക്കും അത് തേട്ടമല്ല, അത് തവസ്സുൽ മാത്രമേ ഉള്ളൂ, തവസ്സല എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉരുണ്ടുമറിയല്ലേ ചെയ്തത് മുസ്ലിയാരെ? ഇസ്തിശ്ഫാ ഞാൻ പറഞ്ഞല്ലോ, കർമ്മത്തോട് ഇസ്തിഗാസ ചെയ്തതാണോ? നിങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. യസ്തശ്ഫിഉ ബിഹി, കർമ്മത്തോട് ശഫാഅത്തിനെ തേടുന്നു എന്നാണോ? നിങ്ങൾ മുസ്തശ്ഫി എന്നുള്ളതിന് ശഫാഅത്തിനെ തേടിക്കൊണ്ടെന്നാണ് മുസ്ലിയാരെ അർത്ഥം പറഞ്ഞത്. അല്ലാതെ കർമ്മത്തെ മുന്നിൽ വെച്ച് ഞാൻ പിന്നെ തേടുന്നു എന്നുള്ള വിഷയമല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിനെ എനിക്ക് കിട്ടണം എന്ന് റബ്ബിനോട് തേടുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഇസ്തിശ്ഫാഇന് തവസ്സുലൻ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള വിളിയില്ല. വിളിയൊക്കെ ഒരു മുനാദയുടെ സീഗ വന്നാൽ അതൊക്കെ ഇസ്തിഗാസയാണ് എന്ന് മുസ്ലിയാരെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു വിളി കേൾക്കുമ്പോഴേക്കും അത് ഇസ്തിഗാസയാണ്. ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയതിലെ നല്ലത് നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറയുമ്പോൾ അവിടെ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോട് ദുആ ചെയ്യലാണോ മുസ്ലിയാരെ? അപ്പൊ മുനാദയുടെ ഒരു സീഗ കാണുമ്പോഴേക്കും അത് ഇസ്തിഗാസയാണ് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വിളി കാണുമ്പോഴേക്കും അത് ഇസ്തിഗാസയാണ്. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ഓ സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്താൽ ജുമുഅക്ക് പോകണം. അവിടെ ഓ സത്യവിശ്വാസികൾ എന്നാണ് പ്രാർത്ഥനയാണോ മുസ്ലിയാരെ? ഇസ്തിഗാസയാണോ? തേട്ടമാണോ? ആണോ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ തർക്കത്തിലുള്ള വിഷയം എന്താണ് എന്ന് പോലും അറിയാതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു. ഇതിനാണ് കച്ചിത്തുരുമ്പിന്റെ പിന്നാലെ പോവാന്ന് പറയാം. ഈ മഹാന്മാർ
മഹാന്മാരോട് തേടാമെങ്കിൽ വ്യക്തമായ ഒരു തെളിവ് തരും. ഖുർആന്റെ ആയത്തോത് ഇത് മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മുമ്പ് കാലത്ത് അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾ കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിങ്ങൾ ഹദീസ് കൊണ്ടുപോവാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞ സ്വഹീഹായ ഒരു സംഗതി കൊണ്ടുപോവാ. അപ്പൊ തർക്കത്തിലുള്ളതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ മുനാദയുടെ സീഗ വന്നാലൊന്നും അതിന് വിളിയുടേതായ പ്രയോഗം ഉണ്ടാവുകയില്ല. പിന്നെ മുസ്ലിം ഇപ്പൊ ആവശ്യം ആകെ കൊണ്ടുവന്ന ഒരു സംഗതി, ഈസാ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അരികിൽ വരും. എന്നിട്ട് എന്താ ചെയ്യുക? ഇസ്തിഗാസ ചെയ്യോ? എന്താണ് മുസ്ലിം ഇസ്തിഗാസ എന്നുള്ള ഉദ്ദേശിക്കുന്നത്? ആരോടാ ഇസ്തിഗാസ ചെയ്യേണ്ടത്? ഒരാൾ ഒരു വിഷയത്തിൽ ദുർബലനായി നിൽക്കുമ്പോൾ ആ കാര്യം നേടിത്തരാൻ വേണ്ടിയുള്ള തേട്ടമല്ലേ ഇസ്തിഗാസ? അതല്ലേ നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത്? ഇപ്പൊ അസുഖം വന്നു, ഷിഫയാകുന്നില്ല, ഡോക്ടറെ കാണിച്ചിട്ടും മാറുന്നില്ല, മൊയ്തീൻ ഷെയ്ഖ് എന്റെ അസുഖം മാറ്റിത്തരണേ. അപ്പൊ റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് മാറ്റിത്തരുന്ന ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയെ എന്റെ അസുഖം മാറ്റിത്തരുന്നത് ലാത്ത അവരുടെ സ്വയം കഴിവുകൊണ്ട് മാറ്റി കൊടുക്കുന്നല്ല, റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് മാറ്റി കൊടുക്കും. അതുകൊണ്ടാണല്ലോ വയഖൂലുന ഹൗലായി ശുഫാഅന ഇൻദല്ലാഹ്. എന്താ അബൂജഹലും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഒരേ വിശ്വാസമാണ് നിങ്ങൾ രണ്ടു കൂട്ടർക്കും. വെറുതെ ആണോ നിങ്ങൾ മടവൂരാണ് പടച്ചോൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ എത്തിയിട്ടുള്ളതും? അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം തനിക്ക് കഴിയാത്ത ഒരു കാര്യം മുഹമ്മദ് നബിയോട് ചോദിച്ചതാണോ മുസ്ലിയാരോട് വ്യക്തമാക്കണം. ഇസ്തിഗാസ എന്താന്ന് വേണമെങ്കിൽ അറിയാലോ. ഇസ്തിഗാസ എന്താണ്, ദുആ എന്താണ് നമ്മൾ അറിയണമല്ലോ. അപ്പൊ അത് ഏത് തരത്തിലുള്ള തലബാണ്? ഈസാ നബി മുഹമ്മദ് നബിയോട് ഏത് വിഷയമാണ് ഇസ്തിഗാസ ചെയ്തത്? നിങ്ങൾ പറ. വാദത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് നോക്കാം. നിങ്ങളിപ്പോ പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അരികിൽ വന്ന് ഇസ്തിഗാസ ചെയ്തു. ശരി, ഏത് വിഷയത്തിലാണ് ഇസ്തിഗാസ ചെയ്തത്? പറ. ഏത് വിഷയത്തിലാണ് ഈസാ നബി എന്താണ് ചോദിച്ചത്? എന്റെ രോഗം മാറ്റി തരണേന്നാണോ? എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേന്നാണോ? എന്താണ് ഈസാ നബി ചോദിച്ച വിഷയം? അതുകൂടി നിങ്ങൾ പറ. എന്നാൽ ഞാൻ പറഞ്ഞാൽ അവിടെ ഇസ്തിഗാസ നടന്നിട്ടില്ല. കാരണം ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും എല്ലാ പ്രമാണങ്ങളും ഒരുമിച്ച് വെച്ചിട്ടാണ് ഹുക്കം എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഹുക്കം എടുക്കുമ്പോൾ ഈസാ നബിയുടെ വിഷയത്തെ വർണ്ണിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഒന്ന്, നിങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടിന് ചില്ലറ ന്യൂനതകളുണ്ട്. കാരണം അത് പിന്നെ ആരാണ് ഉദ്ധരിച്ചത്? അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മഖ്ബൂരിയാണ് ഉദ്ധരിച്ചത്. മഖ്ബൂരിയെ കുറിച്ച് മുസ്ലിയാർക്ക് അറിയാമോ? അദ്ദേഹം അവസാന കാലത്ത് പറയുന്ന പല വാക്കുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം യോഗ്യനായ സിഖത്തായ നിവേദകൻ തന്നെയാണെങ്കിൽ പോലും അദ്ദേഹം പ്രായം ചെന്നതിന് ശേഷം പറയുന്ന വാക്കുകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ന്യൂനത അതിനുണ്ട്. ഇനി ന്യൂനത ഇല്ല എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം എന്താ? അവിടെ എന്തേ ഉള്ളൂ? യാ മുഹമ്മദ് എന്ന് ഈസാ നബി പറയുന്നു, ല ഉജീബന്നഹു. അപ്പൊ ഈ മുഹമ്മദ് നബി അതിന് മടക്കുന്നു. യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്താണ് മുസ്ലിയാരെ പറഞ്ഞത്? അതും ഹദീസിലില്ലേ? അതെന്താ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാത്തത്? അപ്പൊ അത് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ കൃത്യമായിട്ടും. അപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ മുഹമ്മദ് നബിയോട് ഈസാ നബി ഇസ്തിഗാസ ചെയ്തു എന്ന് പറഞ്ഞ് ഈസാ നബി ശിർക്ക് ചെയ്തു എന്ന പച്ചക്കള്ള മുസ്ലിയാരെ നിങ്ങളാണ് പറയുന്നത്. ഈസാ നബി ലോകത്ത് ഏതൊരാൾ മുഹമ്മദ് നബിന്റെ ഖബറിൽ എടുത്തു പോയാൽ ചെയ്യുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയും. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയും. അത് ഏത് മുസ്ലിമും ചെയ്യുന്നതാണ്. അത് ഈസാ നബിയും ചെയ്യും. അതിന് ഉത്തരം നൽകുമോ? ലോകത്ത് ആര് സലാം പറഞ്ഞാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യും. അതെങ്ങനെയാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞോ? ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയണം മുസ്ലിയാരെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീൻ, അല്ലാഹുവിന് സഞ്ചാരികളായ ചില മലക്കുകളുണ്ട് ഫിൽ അർളി, ഭൂമുഖത്ത്, യുബല്ലിഗൂനി മിൻ ഉമ്മത്തി സലാം, എന്റെ ഉമ്മത്തിൽ നിന്ന് അവരാണ് എനിക്ക് സലാം എത്തിച്ചു തരുന്നത്. വിളിച്ചാൽ നേരിട്ട് കേൾക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് മലക്കുകളെ നിശ്ചയിക്കുന്നത്? ഞാൻ ചോദിച്ചില്ല മുസ്ലിയാരെ. നിങ്ങൾ ഉത്തരം പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഞാൻ പറഞ്ഞു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സലാം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റൂഹ് മടക്കി കൊടുക്കുന്നുണ്ട്. ഖബറിൽ റൂഹ് മടക്കി കൊടുക്കുന്ന അവസ്ഥ ഉണ്ട്. പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാവർക്കും, വിശ്വാസിക്കും കാഫിറിനും ഒക്കെ റൂഹ് മടക്കി കൊടുക്കാറുണ്ട് മുസ്ലിയാരെ. പക്ഷെ അവർ ദുനിയാവിലെ വ്യവഹാരങ്ങൾ അറിയില്ല. ദുനിയാവിലെ വ്യവഹാരങ്ങൾ അവർ അറിയുന്നില്ല എന്നതുകൊണ്ടാണല്ലോ അതിന് ബർസഖ് എന്ന് പേര് പറഞ്ഞത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇത് ഇവിടുത്തെ വ്യവഹാരങ്ങളൊക്കെ അറിയെങ്കിൽ പിന്നെ ബർസഖ് എന്ന് പറയാൻ പറ്റും മുസ്ലിയാരെ? ഇതൊക്കെ ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതൊന്നും നിങ്ങൾ തൊട്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും കിട്ടിയ സമയം മുഴുവൻ ദുർബലമായ ഒരു റിപ്പോർട്ടിനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങൾക്ക് വെളുപ്പിക്കാനുള്ള സാധനം മുഴുവൻ എവിടുന്ന കിട്ടുന്ന അറിയോ? ഷിയാക്കളെ സൈറ്റിൽ നിന്ന്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഉഷാറായിട്ട് ഷിയാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എടുത്തു വരണ്ട. ഷിയാക്കളെ എടുത്തു ധരിക്കേണ്ട ദുർഗതിയിലാണല്ലോ ഈ മുസ്ലിയാക്കന്മാർ എത്തിപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞെന്താ? അദ്ദേഹം സലാം അടക്കൽ എങ്ങനെയാ? അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനമുണ്ട്. മുസ്ലിയാരെ പഠിച്ചോ? മുസ്ലിയാർ പഠിച്ചോ? അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, ഏതൊരാൾ എനിക്ക് സലാം പറഞ്ഞാലും ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, അല്ലാഹു എനിക്ക് റൂഹ് തിരിച്ചു തരാതിരിക്കില്ല, ഹത്താ അറുദ്ദ അലൈഹിസ്സലാം, അപ്പോൾ ഞാൻ സലാം മടക്കുമാറ്. അപ്പൊ സലാം റൂഹ് തിരിച്ചു കൊടുക്കും, മടക്കും. അപ്പൊ എപ്പോഴും നബി അവിടെ ജീവിച്ചിരിക്കുകയാണ്. പിന്നെ ഇടക്കിടക്ക് റൂഹ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താ മുസ്ലിയാരെ? പറയും. എന്തിനാ റൂഹ് ഇടക്കിടക്ക് തിരിച്ചു കൊടുക്കുന്നത്? അപ്പൊ ദുനിയാവിലെ പിന്നെ സമയഗണനയും
ആലമുൽ ബർസഖിലെ സമയഗണനയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല. ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ ഒന്നാമത്തെ ലോകമാണ്. അവ്വല് മനാസിലിൽ ആഖിറയാണ്. അവിടെ ഒരു ദിവസം തന്നെ 50,000 വർഷം. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും ദുനിയാവിലേതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. എന്നാൽ ആലമുൽ ബർസഖിൽ ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഞാൻ തന്നു. അതുകൊണ്ടാണ് ഹൗദുൽ കൗസറിൽ നാട്യാകറ്റപ്പെടുന്നവരെ കുറിച്ച് എന്താ മുസ്ലിം ഉണ്ടാത്തത്? അതേപോലെ ഫാത്തിമ ബീവിയോട് അൻഖദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ തന്നെ നിന്റെ നഫ്സിനെ കാത്തുകൊള്ളണം, വല അംബികുലക ലറം വല നഫ, എന്താ മുസ്ലിം ഉണ്ടാത്തത്? എന്നിട്ട് ഇപ്പോ ഈസാ നബി വന്നിട്ട് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തപോലെ നാണമില്ല മുസ്ലിം വിളിച്ചു പറയാൻ. ഏത് വിഷയത്തിലാണ് ഇസ്തിഗാസ ചെയ്തത്? എന്നാൽ പഠിച്ചോ, ഈസാ നബിയുടെ സംഭവത്തിൽ യഥാർത്ഥത്തിൽ നടന്ന കാര്യം എന്താണ്? ഞാൻ ഓരോ റിപ്പോർട്ടും വായിക്കാം. ഒന്നാമതായിട്ട് അന്നഹു സയൻസുലു മിനസ് സമാ, അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. മനസ്സിലായില്ലേ? എന്നിട്ട് ഫയുർസില അതില, ഇവിടെ നീതി ഊട്ടി ഉറപ്പിക്കും. വയഖത്തുൽ ഖിൻസീറ, പന്നികളെ കൊല്ലും എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നു. അവസാനം സുമ്മയദ്ഹബു ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുനാദി, നബിയുടെ അരികിൽ ചെന്ന് വിളിക്കും എന്നപ്പോഴേക്കും മുസ്ലിയാർക്ക് ഇസ്തിഗാസ ചെയ്യുന്ന ഇപ്പൊ അർത്ഥം. നമ്മുടെ തർക്കം ഇസ്തിഗാസയാണ്, അല്ലാതെ വിളിയുടെ സീഗയിൽ വല്ല പദവും പറയുന്നതല്ല. അത് ഞങ്ങളും പറയാറുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നിസ്കരിക്കും ഞങ്ങൾ പറയും. അത് നബി നാല് കേൾക്കുമെന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അത് ഭാഷയിലെ ഒരു പ്രയോഗം മാത്രമാണ്. എന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ഫയുജീബുഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഉത്തരം പറയും. അതേതാ ചോദിക്കുന്ന വിഷയം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മുസ്ലിയാരെ. ഇപ്പൊ ഞാൻ മുസ്നദ് അബി അലി ഉദ്ധരിച്ചത് എന്താ ഉത്തരം പറയുന്നത് എന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. അത് മറ്റു റിപ്പോർട്ടുകളിലുണ്ട്. ചില റിപ്പോർട്ടുകളിൽ സുമ്മല ഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, അങ്ങനെ ഖബറിൽ ചെന്ന് നിൽക്കും, യാ മുഹമ്മദ് എന്ന് പറയും, ഞാൻ ഉത്തരം പറയും. യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത് എന്ന് പറയാൻ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യമില്ല. എന്നാ കേട്ടോ, ഇതാ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് സഈദുൽ മഖ്ബൂരിയിൽ നിന്ന്, അദ്ദേഹം അത്താഇൽ നിന്ന് പിന്നെ ഉദ്ധരിക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്ന അതേ പരമ്പരകളുടെ തന്നെയാണ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം റവാഹുൽ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, വലയഅതിയന്ന ഖബരി ഹത്താ യുസല്ലിമ അലയ്യ വല അറുദ്ദന്ന അലൈഹി. മുസ്ലിമേ പഠിച്ചോ, വലയഅതിയന്ന ഖബരി, ഈസാ അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അരികിൽ വരിക തന്നെ ചെയ്യും. ഹത്താ യുസല്ലിമ അലയ്യ, എന്നോട് സലാം പറയുക തന്നെ ചെയ്യും. അപ്പൊ എന്നോട് സലാം പറയുമാറ് എന്റെ ഖബറിൽ വരും. വല അറുദ്ദന്ന അലൈഹി, ഞാൻ അത് മടക്കുക തന്നെ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈസാ നബി സലാം പറയുന്നു, മുഹമ്മദ് നബി സലാം മടക്കുന്നു. ഈസാ നബിക്ക് മാത്രമാണ് മുഹമ്മദ് നബി സലാം മടക്കുന്നത്? അല്ല. മുഹമ്മദ് നബി സലാം മടക്കുന്ന രീതി എന്താ? അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഈ റദ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് എവിടുന്നാ കിട്ടിയത് എന്ന് മുസ്ലിയാർ പറഞ്ഞു തരണം. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും മുസ്ലിയാർ കൊണ്ടുവന്ന റിപ്പോർട്ടിലൊക്കെ ദുർബലതയുണ്ട് എന്നും ഇന്ന റാവിമാരാണ് അതിൽ ദുർബലർ എന്നും ഞാൻ വ്യക്തമായി പറഞ്ഞപ്പോൾ മുസ്ലിയാർക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. മുസ്ലിയാർ പറഞ്ഞു, ചില റാവിമാർക്ക് ദുർബലത ഉണ്ട് എന്നല്ലേ ഉള്ളൂ, ഹദീസ് ദഈഫാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ജാതി നാണം കെട്ടൊരു മുസ്ലിയാരാണല്ലോ നമ്മളോട്